എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ്, അതുപോലെ ഓപ്പൺ പോർസ് ഉണ്ട്, കുഴികളുണ്ട് മുഖത്ത് ഒരുപാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓയിലി സ്കിൻകാരെ അല്ലെങ്കിൽ ഓപ്പൺ പോർസ് ഉള്ളവർക്ക് അവരുടെ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യണത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. കൂട്ടത്തിൽ ഒരു ഫേസ് മാസ്കും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്കറിയാം ഓപ്പൺ പോർസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓയിലി സ്കിൻകാർക്കാണ്. കാരണം അവരുടെ സ്കിന്നിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡേർട്ട് അവരുടെ സ്കിന്നിൽ ഡെപ്പോസിറ്റ് ആവുകയും അത് പ്രോപ്പറായ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കളയാതെ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓപ്പൺ പോർസ് ആയിട്ട് അത് മാറുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ പോർസാണ് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ സ്കിൻ പോർസ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ നമ്മുടെ സ്കിന്നിലെ വേസ്റ്റ് വേർപ്പിലൂടെ പുറന്തള്ളുന്നതും ഒക്കെ വഴിയാണ് നമ്മുടെ സ്കിന്ന് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് അതിൻ്റെ റിസൾട്ട് തരാനായിട്ടും സ്കിൻ പോർസാണ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ സ്കിൻ പോർസിനെ നമുക്ക് അടച്ചു വെക്കാനായിട്ട് സാധിക്കത്തില്ല. പകരം നമ്മുടെ സ്കിന്നിനെ കുറച്ചൊന്ന് ചുരുക്കി വെക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഓപ്പൺ പോർസ് ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്ന് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നുള്ളത് നമ്മൾ പ്രോപ്പറായി നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണമായിട്ട്. പിന്നെ അടുത്തത് നമ്മൾ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യണത് കൊണ്ട്, പിന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട്, പിന്നെ പ്രായമാകുമ്പോഴും നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഓപ്പൺ പോർസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓയിലി സ്കിൻകാർക്ക് അനുയോജ്യമായ സ്കിൻ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് മുഖം വൃത്തിയായിട്ട് കഴുകണത് നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്ഫോലിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എക്സ്ഫോലിയേറ്റ് ചെയ്യണം. നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സ്ക്രബ് വാങ്ങിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആട്ടപ്പൊടിയോ പയറുപൊടിയോ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. ഇപ്പം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോം മെയ്ഡ് സ്ക്രബുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ തരി ഒരുപാട് വലുപ്പത്തിൽ പൊടിച്ചെടുക്കാതെ വളരെ നേർത്ത തരിയോടുകൂടി പയറായാലും അരിയായാലും പൊടിച്ചെടുത്തതിന് ശേഷം അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരും ഓയിലി സ്കിൻ ആയതുകൊണ്ട് അവരുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ട എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഓയിലി സ്കിൻകാർ പ്രത്യേകിച്ചും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ ഇല്ല എന്ന് നമ്മുടെ സ്കിന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ സ്കിന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുവഴി നമ്മുടെ സ്കിന്ന് കൂടുതൽ ഓയിലി ആയിട്ട് മാറാനായിട്ട് അത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സ്കിൻ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്കിൻ പ്രോഡക്റ്റുകൾ, ഇപ്പോൾ മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും ഫേസ് വാഷ് ആയാലും ലൈറ്റ് വെയ്റ്റ് ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യണത് ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഓപ്പൺ പോർസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് റെഗുലറായിട്ട് ചെയ്യാൻ പാടില്ല. ഓവർ യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ സ്കിന്നിന് കൂടുതൽ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി ഫേസ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുണ്ട്, മുൾട്ടാണി മിട്ടിയാണേ. അപ്പോൾ മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതേ മുൾട്ടാണി മിട്ടി ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സാൻഡൽവുഡ് പൗഡർ ആട്ടോ, 1 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡർ ചേർത്ത് കൊടുക്കാവേ.
ദേ 1 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാം. ദേ അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് വാട്ടറി ആയിട്ടും പാടില്ല, അതുപോലെ ഒരുപാട് കട്ടിയായിട്ടും മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്യുക. മുഖം വാഷ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഓയിലി സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അത് ഞാനിപ്പോൾ എൻ്റെ സ്കിന്ന് ശരിക്കും കോമ്പിനേഷൻ സ്കിന്നാണ്, എങ്കിലും കൂടുതൽ ഡ്രൈ സൈഡിലേക്കാണ്. എങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ ടു ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷാണ്. ഞാൻ ഉപയോഗിക്കുന്ന 2 ഫേസ് വാഷുകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതേ ഹിമാലയയുടെ ഈ ഫേസ് വാഷാണ്. ഇത് നല്ല ഫേസ് വാഷായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫേസ് വാഷാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ട ലോട്ടസിൻ്റെ ഈ ഫേസ് വാഷ് നല്ല ഫേസ് വാഷാട്ടോ. ഇത് കണ്ട ലോട്ടസ് ഹെർബൽ നീം ഫേസ് വാഷ്. ഇതിനകത്ത് നീമും ക്ലോവും കൂടിയാണ് ഇത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെയറിലൊക്കെ ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബാൻഡ്, ഒന്നെങ്കിൽ ഹെയർ ബാൻഡ് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബാൻഡൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് വെക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഫേസ് ഇത് ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്തിട്ട് വന്നത്. അതിന് ശേഷം ഇങ്ങനെ ബാൻഡ് അങ്ങ് വെച്ചതിന് ശേഷം നമുക്കിതേ ഇത് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഇത് മണ്ണൊക്കെ ഒന്ന് കുതിർന്നൊന്ന് വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മുന്നേ ഇത് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഇത് ടൈറ്റായി പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തെ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലേക്കും ഈ ഭാഗത്തേക്കും നെക്കിലേക്കും ഒക്കെ ഇറക്കി നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി മാസ്ക് ഉണങ്ങി നമ്മൾ വാഷ് ചെയ്യുന്നോടം വരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം മാസ്ക് ഉണങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ട് സ്ക്രാച്ച് വീഴാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ മിണ്ടാതെ ഇരിക്കുക. സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും നമ്മുടെ പോർസിനെയൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാനായിട്ടും അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എന്തോരം ഉണങ്ങിയതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിതൊന്ന് ജസ്റ്റ് ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് കാണിക്കാം. ഇത് ഓയിലി സ്കിൻകാർക്കും അതുപോലെ തന്നെ ഓപ്പൺ പോർ സ്കിൻകാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഉണങ്ങിയാൽ മതി. ഇത് കണ്ടോ, ചെറുതായിട്ട് നമ്മുടെ ഫേസിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉണങ്ങി വരുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവണ ഒരു ഫീലാകും. അതുപോലെ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പറ്റാത്തൊരവസ്ഥ. അത്രയും ഉണങ്ങിയാൽ മതി. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നന്നായിട്ട് ഓയിലി സ്കിന്നും ഓപ്പൺ പോർസും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മാസ്ക് ആദ്യം ഒന്ന് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് മാസ്കും വെറ്റാവണോടം വരെ നന്നായിട്ട് ഇതുപോലെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഫുൾ മാസ്ക് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 30 സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യുക. അതുപോലെ ചീക്ക്, അതുപോലെ തന്നെ ലിപ്സിൻ്റെ സൈഡ്, ലിപ്സിൻ്റെ ചുറ്റിനും, നോസിൻ്റെ സൈഡ്, നോസിൻ്റെ ടിപ്പ് അവിടെ, അതുപോലെ പിന്നെ ഫോർഹെഡ്, അതുപോലെ തന്നെ ഐസിന് ചുറ്റും, അതുപോലെ എല്ലായിടത്തും താഴെ നെക്കിലേക്കും എല്ലാം നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞതിന് ശേഷം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വന്നത്. അപ്പം ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി എൻ്റെ മുഖം പോയിട്ട് കഴുകി. കാരണം എനിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള ഫേസിലേക്ക് വേണം. വെറ്റായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് കഴുകി അതൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം
ആ ഈർപ്പത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം മസ്റ്റായിട്ടും നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, രാത്രി ആയാലും പകലായാലും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, നിവ്യ സോഫ്റ്റിൻ്റെ ഈ മോയ്സ്ചറൈസർ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവോ, നല്ലതാണോ എന്നുള്ളത്. അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഇതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിക്ക് ആയതുകൊണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡിയോറിൻ്റെയൊക്കെ നല്ല പ്രൊഡക്റ്റ്, അങ്ങനത്തെ നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ, ഞാൻ ഉപയോഗിക്കണതല്ല ആക്ച്വലി, ഇത് എൻ്റെ ഹസ്ബൻഡ് ജയമോൻ ഉപയോഗിക്കുന്നതാണ്. ഹൈഡ്ര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഡിയോറിൻ്റെയാണ്. ഇത് എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും അവരുടെ ഉണ്ട് കേട്ടോ. ഇത് നല്ല കോസ്റ്റ്ലി ആണ്, അതുപോലെ വളരെ നല്ല മോയ്സ്ചറൈസറുമാണ്. അപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഇത് എനിക്ക് ഉപയോഗിക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് അളവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇത് കണ്ടോ, ഇത്രേ ഇതിനകത്തുള്ളൂ. അളവ് കണ്ടോ, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ അതുപോലെ ഒരുപാട് ഡ്രൈ ആയിട്ടോ അങ്ങനെയൊന്നും ഇരിക്കാറില്ല. ഇതിപ്പോൾ ജയമോൻ്റെ സ്കിന്ന് ഡ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് ജയമോൻ ഉപയോഗിക്കുന്നതാട്ടോ. ഇത് വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കണതല്ല. ഇത് കണ്ടോ, ഇതിൻ്റെ 3-4 ബോട്ടിലുകൾ നമ്മൾ ഉപയോഗിച്ചു. അപ്പം നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അത്രയും ഇത് നമ്മൾ ഇച്ചിരി പൈസ മുടക്കിയാലും നമുക്ക് ഇത് അത്രയും നല്ല ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോ. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇതാട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഇതിനകത്ത് വളരെ കുറവാണെങ്കിലും നമുക്കൊരു പൊടിക്ക് വരട്ടിയാൽ മതി, നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് ഒരുപാട് നാൾ നിൽക്കും. ഇത് ജയമോൻ എനിക്ക് തോന്നുന്ന ഒരു 3 മാസം 4 മാസമൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഒന്നുകൂടി ഓർപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓർത്തപ്പം. പിന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് വെറ്റാവുന്ന രീതിയിൽ സ്റ്റീം എടുത്ത് നല്ലൊരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് സ്ക്രബൊക്കെ ചെയ്ത് അതിന് ശേഷം നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പാക്ക് നോർമലായിട്ട് പാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.